നിങ്ങൾ എല്ലാവരും ഈ ന്യൂസ് കണ്ടു കാണും. കോഴിക്കോട് പാളയം ജംഗ്ഷനിൽ വെച്ച് 17 വയസ്സുകാരനായ കൗമാരക്കാരനെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ബലമായി സ്കൂട്ടറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച വാർത്ത. ലഹരിമരുന്ന് കേസുകളിലും മറ്റ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ അർഷാദ് ഹുസൈൻ, സജീർ എന്നീ സ്ഥിരം കുറ്റവാളികളാണ് ഈ ക്രൂരതയ്ക്ക് പിന്നിലുണ്ടായിരുന്നത്. അങ്ങേയറ്റം മനസാക്ഷിയെ ഞെട്ടിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമാണ് ഈ ഒരു കാര്യം. കാരണം കുട്ടികൾക്ക് പൂർണ്ണ സുരക്ഷ തോന്നേണ്ട പൊതുവഴിയിൽ വെച്ച് അത് ഒരു ആൺകുട്ടിയെ ഇത്രയും ധാർഷ്ട്യത്തോടുകൂടി പിടിച്ചുകൊണ്ടുപോയി ഈ കുറ്റകൃത്യം ചെയ്തു എന്നത് നമ്മുടെ സമൂഹത്തിൽ ഒളിച്ചിരിക്കുന്ന ക്രൂരന്മാരെ കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. എന്നാൽ ഇതിലും ഭീകരമായി തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വാർത്തയ്ക്ക് താഴെ ചിലർ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് പോയ വികൃതമായ കമന്റുകളാണ്. സാധാരണ ഇങ്ങനെ ആൺകുട്ടികൾക്ക് എന്തെങ്കിലും സെക്ഷലി ഒരു അബ്യൂസീവായ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായി എന്ന് അതിപ്പോ സ്ത്രീകളുടെ ഭാഗത്തുനിന്നായാലും പുരുഷന്മാരുടെ ഭാഗത്തുനിന്നായാലും ഇതൊരു റേപ്പ് ജോക്ക് പോലെയാണ് ചില മനുഷ്യർ കൊണ്ടാടുന്നത്. അതും ചില പുരുഷന്മാർ. ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ സ്ത്രീയോ അതിക്രമത്തിന് ഇരയാകുമ്പോൾ ചില സൈബർ കൂട്ടങ്ങൾ വന്ന് വലിയ തോതിൽ നിലവിളിക്കാറുണ്ട്. ഇവിടെ പുരുഷന്മാരുടെ സുരക്ഷ ആരും നോക്കുന്നില്ല, ആൺകുട്ടികൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ എന്തുകൊണ്ട് ചർച്ചയാകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ സ്വന്തം ജെൻഡറിൽപ്പെട്ട ഒരാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ പരിഹസിക്കുന്നതിലൂടെ ഇവർ ആൺകുട്ടികളുടെ തന്നെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ തന്നെ സുരക്ഷയ്ക്കായുള്ള പോരാട്ടങ്ങളെയാണ് പിന്നിൽ നിന്ന് കുത്തുന്നത്. ഞാനിത് പറയാൻ കാരണം 10 വയസ്സുള്ള ഒരു കുട്ടീനെ കോയമ്പത്തൂരില് വളരെ മൃഗീയമായി പീഡിപ്പിച്ച ശേഷം കൊന്നുകളഞ്ഞ ഒരു കേസിനെ കുറിച്ച് ഞാൻ ഒരു റീൽ ചെയ്തിരുന്നു. അതിൽ ഒരു മഹാന് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്തിരുന്നു. വസ്ത്രധാരണമാണ് പ്രശ്നമെങ്കിൽ മാസം തികയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളും പൂർണ്ണമായി ശരീരം മറയ്ക്കുന്ന വൃദ്ധരായ അമ്മമാരും ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ തന്നെ സാധാരണ രീതിയിൽ വഴി നടന്നു പോയ ഒരു 17 വയസ്സുകാരനായ ഒരു ആൺകുട്ടി ഈ ഒരു അതിക്രമത്തിന് ഇരയായത് എന്തുകൊണ്ടാണ്? ഇനിയും അതൊന്നുമല്ലാതെ മൃഗങ്ങളെ ഈ തരത്തിലുള്ള രതി വൈകൃതങ്ങൾക്ക് ഉപയോഗിക്കുന്നവരെ എന്താണ് പറയേണ്ടത്? ആ മഹാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പുരുഷന് സ്ത്രീകളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കാണുമ്പോൾ ലൈംഗിക വികാരം ഉണരുകയും പുരുഷൻ അവരെ കിട്ടാതെ വരുമ്പോൾ എളുപ്പത്തിൽ കിട്ടുന്ന ആൺകുട്ടീനെ അല്ലെങ്കിൽ പെൺകുട്ടിയെ പിടിച്ച് റേപ്പ് ചെയ്യുന്നതായി കൂടെ എന്ന വാദമാണ് ആ മഹാൻ മുന്നോട്ട് വെക്കുന്നത്. സ്ത്രീകളുടെ വസ്ത്രം ഒന്ന് മാറിയാൽ നിയന്ത്രണം വിടുന്നവരാണ് പുരുഷന്മാർ എന്ന് വാദിക്കുന്നതിലൂടെ ഇക്കൂട്ടർ പുരുഷ സമൂഹത്തെ ഒന്നടങ്ക് അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അതായത് പുരുഷന്മാർ തന്നെയാണ് പുരുഷന്മാർക്ക് വിനയാവുന്നത്. മുതിർന്ന ഒരു സ്ത്രീയെ കണ്ട് വികാരം വരുന്നു എന്ന് പറയുന്നവൻ അതിന് പകരമായി സെലക്ട് ചെയ്യുന്നത് കൊച്ചു കുട്ടികളെയോ പ്രായമായ വൃദ്ധകളെയോ ആണോ? ഇതിന് പറയുന്നത് ലൈംഗികത എന്നല്ല, കൃത്യമായ ക്രിമിനൽ ബുദ്ധിയും മനോരോഗവുമാണ്. തന്നെക്കാൾ ശാരീരികമായി ബലഹീനരായ, പ്രതികരിക്കാൻ ഭയപ്പെടുന്ന ഇരകളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ക്രൂരതയാണ് ഇവർ നിയന്ത്രണം വിട്ട വികാരം എന്ന് വിളിച്ച് ന്യായീകരിക്കുന്നത്. കുട്ടികളെ അങ്ങനെ കാണുന്നത് പിഡോഫീലിയ എന്ന ഗുരുതരമായ ലൈംഗിക വൈകൃതമാണ്. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആധുനിക വസ്ത്രങ്ങൾ ധരിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ വഴി നടന്നു പോകുന്ന ആൺകുട്ടികളെയോ പിഞ്ചു കുഞ്ഞുങ്ങളെയോ പുരുഷന്മാർ ഇത്തരത്തിൽ കൂട്ടത്തോടെ വേട്ടയാടാറില്ല. അവിടെ നിയമങ്ങൾ ശക്തമാണ്. ഒപ്പം വ്യക്തികളുടെ അതിരുകളെ, അതായത് പേഴ്സണൽ ബൗണ്ടറീസ് ബഹുമാനിക്കാൻ അവർക്കറിയാം. ഒരു വസ്ത്രമല്ല, മറിച്ച് കൃത്യമായ നിയമബോധവും ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലാത്തതുമാണ് ഇവിടെ പ്രതികളെ സൃഷ്ടിക്കുന്നത്. ഇനി നമ്മൾ സംസാരിച്ച കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ആൺകുട്ടികൾ അതിക്രമത്തിനിരയായാൽ അത് പുറത്തു പറയാൻ അവർ പൊതുവെ മടിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പുറത്തു പറഞ്ഞാൽ സമൂഹം തങ്ങളെ നോക്കി ചിരിക്കുമെന്ന ഭയം അവർക്ക് നല്ലതായിട്ടുണ്ട്. അതിനുള്ള തെളിവുകളാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വരുന്ന കമന്റ് ബോക്സുകളിലെ സെക്സ് ജോക്കുകൾ. ആ 17 വയസ്സുകാരനെ കളിയാക്കി ചിരിച്ച് കമന്റ് ഇടുന്നവൻ ഒന്നുകൂടി ഓർക്കണം, അവന്റെ ജീവിതത്തിലെ ഒരിക്കലും മായാത്ത ഒരു മുറിവായിട്ടാണ് അവനത് കിടക്കുക. അതിന്റെ കൂടെ ഒരിക്കലും ഉണങ്ങാത്ത ആ മുറിവിലേക്ക് ഇത്തരം തമാശകൾ പറഞ്ഞ് നിങ്ങൾ കോരി ഒഴിക്കുന്നത് തിളച്ച എണ്ണയാണ്. ഫിസിക്കലി അവൻ ഓക്കെ ആയാലും മെന്റലി അവൻ ഓക്കെ ആകാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ തന്നെയായിരിക്കും. ഈ കമന്റ് ബോക്സുകളിലൊക്കെ വന്നിരുന്ന് ചിരിക്കുന്നവർ യഥാർത്ഥത്തിൽ മറ്റ് ആൺകുട്ടികളുടെ സുരക്ഷിതത്വം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. നാളെ സ്വന്തം കുടുംബത്തിലോ സൗഹൃദത്തിലോ ഒരു ആൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചാൽ പോലും ഈ ക്രൂരമായ പരിഹാസം ഭയന്ന് അവർ അത് മൂടി വെക്കാൻ നിർബന്ധിതരാകും. ഇത് കുറ്റവാളികൾ കൂടുതൽ തഴച്ചു വളരാനുള്ള സാഹചര്യമാണ് ഉണ്ടാക്കി കൊടുക്കുക. പീഡനം എന്നത്, അതായത് ഒരു റേപ്പ് എന്നത് ഒരിക്കലും ലൈംഗിക ആഗ്രഹത്തിന്റെ മാത്രം പ്രശ്നമല്ല. അത് തങ്ങളെക്കാൾ ബലഹീനരായ, പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത വ്യക്തികളുടെ മേൽ നടത്തുന്ന അധികാര പ്രയോഗമാണ്. അതായത് പവർ ഡൈനാമിക്സ് ആണ്. ഒരു മനുഷ്യന് വിശക്കുമ്പോൾ അവൻ വഴിയിൽ കാണുന്ന എന്തും മോഷ്ടിച്ച് തിന്നാറില്ല. കാരണം അവന് വിശപ്പിനേക്കാൾ വലുത് സാമൂഹിക ബോധവും നിയമഭയവുമാണ്. സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തവൻ പിശാചാണ്. അവനെ സമൂഹത്തിൽ ഇങ്ങനെ ന്യായീകരിച്ച് പാർപ്പിക്കുകയല്ല വേണ്ടത്, ജയിലിലാണ് കൊണ്ടുവന്നിടേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, നിങ്ങളുടെ മനസ്സിന് കംഫോർട്ടബിൾ അല്ലാത്ത വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ വികാരം നിയന്ത്രിക്കാൻ കഴിയാത്തവർ പോകേണ്ടത് വഴിയിലെ കുട്ടികളുടെ അടുത്തേക്കല്ല, മറിച്ച് നല്ലൊരു മനോരോഗ വിദഗ്ധന്റെ അടുത്തേക്കാണ്, അല്ലെങ്കിൽ നേരെ ജയിലിലേക്ക്. ഇങ്ങനെയൊക്കെ കമന്റ് ഇട്ട് എൻജോയ് ചെയ്യുന്ന സൈബർ പ്രവണതയ്ക്ക് പിന്നിൽ കേവലം സ്ത്രീവിരുദ്ധത മാത്രമല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിൽ വേരൂന്നിരിക്കുന്ന ലാക്ക് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ, ലാക്ക് ഓഫ് എമ്പതി, അതുപോലെ തന്നെ ചില മനുഷ്യരുടെ സ്വഭാവശുദ്ധിയില്ലായ്മ എന്നിവയൊക്കെയാണ്. പണ്ട് സെക്ഷൽ എഡ്യൂക്കേഷനെ കുറിച്ച് ഞാൻ ഒരു സ്റ്റോറി ഇട്ടിരുന്നു. ആ സമയത്ത് മറ്റൊരു മഹാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സെക്ഷൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് നീ കൊടുക്കുന്നത്? നീയൊക്കെ സെക്സ് ചെയ്ത് കാണിച്ചിട്ടാണോ സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതെന്ന്? അതിന്റെ ഒന്നും ആവശ്യം നമ്മുടെ ഭാരതത്തിന് ഇല്ല എന്ന്. അത് നമ്മുടെ ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകങ്ങളെ ഇല്ലാതാക്കുന്ന കാര്യമാണ്. സെക്സ് എന്നത് പരസ്പര സമ്മതത്തോടെയും ബഹുമാനത്തോടെയും ചെയ്യേണ്ട ഒന്നാണെന്ന അടിസ്ഥാന ബോധമില്ലാത്തത് കൊണ്ടാണ് ഇവർ കുറ്റവാളികളെ ന്യായീകരിക്കുന്നത്. ദുർബലരായ ഇങ്ങനെയുള്ള മനുഷ്യരെ ഇരയാക്കുന്നവരോട് യാതൊരുവിധ വിട്ടുവീഴ്ചയോ കാലതാമസമോ ദാക്ഷിണ്യമോ കാണിക്കാൻ പാടില്ല. നമ്മുടെ നിയമവ്യവസ്ഥ അതിന് മാത്രം ഉയരണം.
അതുപോലെ തന്നെ തങ്ങളുടെ മക്കൾ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഭയത്തോടെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ഇനി ഒരു മാതാപിതാക്കൾക്കും ഉണ്ടാകാതിരിക്കേണ്ട രീതിയിൽ നമ്മുടെ ഈ സിസ്റ്റം മാറിയേ പറ്റുള്ളൂ. ശാരീരികമായി മുറിവുകൾ ഉണങ്ങിയേക്കാം, എന്നാൽ ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടാക്കുന്ന മാനസികമായ ആഘാതം വളരെ ആഴത്തിലുള്ളതാണ്. ലൈംഗിക അതിക്രമങ്ങളെ ഇരയുടെ പ്രായം, ലിംഗം അല്ലെങ്കിൽ വസ്ത്രധാരണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് കാണുന്നത് നിർത്തുക. കുറ്റവാളിയുടെ ഉള്ളിലെ മൃഗീയതയ്ക്കോ വികൃത മനസ്സിനോ മറ്റാരുടെയും വസ്ത്രധാരണം ഒരു ന്യായീകരണമല്ല.